സുഹൃത്തുക്കളെ, പ്രമോദ് വരുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്താണെങ്കിലേ, ഇന്ന് കേരളത്തിൽ മൊത്തത്തിൽ ഒരു 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ്. പക്ഷെ നമ്മുടെ കുറച്ച് പഴയ കാലഘട്ടത്തിൽ ഒരു 3 ദിവസം 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഗംഭീര മഴ പെയ്തിട്ടും ഈ കേരളത്തിൽ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഉരുൾപൊട്ടൽ, പിന്നെ വെള്ളപ്പൊക്കം ഒന്നും ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും വെള്ളപ്പൊക്കം. എന്താണ് കാരണം? കേരളത്തിൽ 2002 A.K. ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കണ കാലത്താണ് നദീതടങ്ങളിലെ മണലെടുക്കാൻ പാടില്ല എന്നുള്ള ഇയാൾ ഒരു മണ്ടൻ ഉത്തരവിറക്കിയത്. ഇയാൾ ഫുള്ള് മണ്ടത്തരാണോ അതോ അഴിമതിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷെ പേരെന്താ അറിയോ? ലോകം കണ്ട ആദർശ തീരെന്നാണ്. പക്ഷെ ഇയാളുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ. പിന്നെ കരുണാകരൻ്റെ കാലത്ത് പോലും ഇത്ര അഴിമതി നടന്നിട്ടില്ല. പക്ഷേ A.K. ആൻ്റണിയുടെ കാലത്ത് ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇയാൾ കുതികാല് കെട്ടിയിട്ടാണ് A.K. ആൻ്റണീനെ മറ്റേ കരുണാകരനെ ഒരു മൂലയ്ക്ക് ഇരുത്തിയത്. ഇതൊക്കെയാണ് ചരിത്രം. തീരെ താല്പര്യമില്ലാത്തൊരു നേതാവാണ് A.K. ആൻ്റണി. ഇപ്പം മകനെ കൊണ്ടുപോയിട്ട് BJP ആക്കിയതൊക്കെ ഒരു വീട്ടിൽ ഒരു നേതാവിൻ്റെ, ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന നേതാവിൻ്റെ, കേരള മുഖ്യമന്ത്രി ആയിരുന്ന നേതാവിൻ്റെ മകനൊക്കെ BJPയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം അധപ്പതിച്ചു അയാൾ എന്നുള്ളത് സ്വയം മനസ്സിലാക്കണം. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ 1-2 കാര്യങ്ങളും കൂടി പറയണം. കാരണം എന്താ വെച്ചാൽ A.K. ആൻ്റണീനെയൊക്കെ പറയേണ്ട ടൈമിലേ പറയാൻ പറ്റും. അയാളെ കാലത്താണ് പഞ്ചസാര കുംഭകോണം ഉണ്ടായത്. ചാരായം നിരോധിച്ച് 10-14,000 ആളുകളെ പിന്നെ കേരളത്തിൽ വഴിയാധാരാക്കി, കുടുംബങ്ങളെ. ഈ 14,000 കുടുംബങ്ങളെയാണ് വഴിയാധാരാക്കിയത്. എന്നിട്ട് എന്തേന്ന് കേരളത്തിൽ നേടിയത്? അതിനനുസരിച്ച് മുക്കിന് ബാറുകൾ വന്നു. ആർക്ക് വേണ്ടിയിട്ട്? വൻകിടക്കാർക്ക് വേണ്ടിയിട്ട്. ചാരായ തൊഴിലാളികൾ പിന്നെ ഓരോ യൂണിയൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് ചാരായം ഉണ്ടാക്കിയത്, കടകളിട്ടിരുന്നത്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ, പിന്നെ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പെട്ടെന്ന് ഒറ്റ ദിവസത്തിന് അയാൾ ചാരായം നിരോധിച്ച് മാന്യനായി. എന്നിട്ടും അയാൾ തോറ്റുട്ടോ, അത് വേറെ കാര്യം. അതേപോലെ അയാളെ കാലത്താണ് ഹെലികോപ്റ്റർ കുംഭകോണം നടന്നത്. ആഗസ്റ്റ് വെസ്റ്റ്ലാൻഡ് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ കുംഭകോണം എന്നാണ്. പഞ്ചസാര കുംഭകോണം അയാളെ കാലത്ത് നടന്ന്. എന്നിട്ട് അയാളൊന്ന് രാജിവെച്ച് മാന്യനായി. രാജിവെച്ചുകൊണ്ടൊന്നും മാന്യനാവില്ല. കാരണം അയാളെ കാലത്ത് നടന്ന അഴിമതി അയാൾ എന്ത് രാജിവെച്ചിട്ടും കാര്യമില്ല. പിന്നെ അയാളെ കാലത്ത് നടന്നത് തന്നെ. പിന്നെ അയാളെ ഭാര്യയുടെ മറ്റേ എലിസബത്ത് രാജാരവിവർമ്മ എന്നല്ല കേട്ടോ, 36 ഒരു 3-4 ചിത്രങ്ങളാണ് വിറ്റു. അതിൽ ഒരു ചിത്രത്തിന് 1,25,000, ഒരു ചിത്രത്തിന് 1,00,000, ഒരു ചിത്രത്തിന് 2,50,000 കിട്ടി. അത് അഴിമതിയല്ലേ? അപ്പം ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ കരുണാകരനൊന്നല്ല, അത് A.K. ആൻ്റണി തന്നെയാണ്. ഒരു തർക്കമില്ല. അപ്പോൾ അയാളെ കാലഘട്ടത്തിൽ ചാരായം നിരോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പുറത്ത് വിദേശ മദ്യം വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അതിന് പിന്നെ കൈക്കൂലി വാങ്ങാനായിരിക്കുമല്ലോ ഇപ്പോൾ ഇപ്പുറത്തെ ഒരു നിരോധനം വന്ന്. അതേപോലെ മണൽ നിരോധനം വന്നു. ഇപ്പുറത്ത് കോറിയും ക്രഷറും വർദ്ധിപ്പിച്ചു. ഇത് A.K. ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായത്. അയാളാണ് ഇപ്പോഴത്തെ കേരളത്തിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിന് ഏറ്റവും വലിയ കാരണക്കാരെ A.K. ആൻ്റണിയാണ്. ഒരു തർക്കമില്ല. കാരണം ഈ മണൽ മുഴുവനെ പോയിട്ട്, ഇപ്പോൾ ഇത് ഞാൻ മലമ്പുഴയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ നിരവധി പുഴകളാണ്. അതായത് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡ് മൊത്തം മലകളും ആ മലകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ, അവിടുന്ന് കുത്തി ഒലിച്ച് വരുന്ന പുഴകൾ, ചെറിയ പുഴകളാണ്. വലിയ പുഴയൊന്നുമില്ല, ചെറിയ പുഴകൾ, നിരവധി പുഴകളാണ്. ഈ പുഴകളിലൊക്കെ മണൽ വന്നിട്ട് ഡാം നിറഞ്ഞിട്ടുണ്ടാകും. ഡാം ഫുള്ളാണ്. ഇപ്പം മലമ്പുഴ ഡാമിൽ ഒരു 5 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഡാം നിറഞ്ഞു വറ്റി. അതായത് വേനൽക്കാലത്ത് കൃഷിക്കും വൈദ്യുതിക്കും വേണ്ടിയിട്ട് വെള്ളം എടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം മാത്രം നിൽക്കുന്ന ഒരു പിന്നെ ഡാമാണ് മലമ്പുഴ. ആ ഡാം ഒരു 5 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ നിറഞ്ഞ് കവിഞ്ഞു.
ഇപ്പം ഞാനൊക്കെ പാലക്കാട് ചെറുപ്പം മുതൽ പഠിക്കണ കാലം, ആ കാലഘട്ടത്തിലൊന്നും ഡാം എപ്പോഴെങ്കിലും ഈ ഓണ സീസണൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നു വിടുക, സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാനും സഞ്ചാരികൾ വരാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി ആ ഡാം ഒന്ന് തുറന്നാലായി. അതും പലപ്പോഴും തുറക്കാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 5 ദിവസം മഴ പെയ്യും, 6ാമത്തെ ദിവസം ഡാം തുറക്കല്ലാന്ന് ഓർത്തില്ല. അതിൻ്റെ ദുരന്തം പാലക്കാട് ടൗണ് മുതൽ പിന്നെ ഭാരതപ്പുഴയുടെ സൈഡിലെ എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ ഈ AK ആൻ്റണിയാണ്. കാരണം ഈ മണൽ വാരാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം മണൽ നിർത്തി. അതുകൊണ്ട് എന്തുണ്ടായി, ഈ പുഴകളിലെ സൈഡിലുള്ള ജീവിക്കണ ജനങ്ങൾക്ക് ദുരന്തം, വെള്ളക്കെട്ടും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ആളുകൾക്ക് ദുരന്തം, ബസ് ഓടാൻ പറ്റാനായിട്ട് ബസ് തൊഴിലാളികൾക്ക് ദുരന്തം, അതിനൊക്കെ പുറമെ കൃഷിനാശം, മത്സ്യ കർഷകർക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പുറമെ പിന്നെ വെള്ളം കയറി, പെട്രോൾ പമ്പിൽ അടക്കം വെള്ളം കയറി പെട്രോൾ കിട്ടാതെ ഏറ്റവും പമ്പുകൾ നഷ്ടത്തിലാവലും അത് വേറെ ഭാഗം. ഇയാളെ കൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം AK ആൻ്റണിയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മാത്രമല്ല പല ആൾക്കാരോടും അന്വേഷിച്ചപ്പോൾ കിട്ടണ അഭിപ്രായവും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇയാൾ ഇപ്പുറത്ത് എന്ത് ചെയ്തു, ഇപ്പുറത്ത് പാറ ഒട്ടിക്കാൻ സമ്മതം കൊടുത്തു, ഒരുപാട് ഖനനം നടന്നു, മണൽ ഈ എംസാൻഡ് പറഞ്ഞ മണൽ കേരളത്തിൽ മൊത്തം വന്നു. അപ്പോൾ പിന്നെ എന്തായി, മലകൾ തുരക്കാൻ തുടങ്ങി. അതൊരു പ്രകൃതി ദുരന്തത്തിന് അതും കാരണമാണ്. ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമാണ് ഈ മലകൾ തുരക്കണതൊക്കെ. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ വലിയൊരു ക്രഷർ, അവിടുത്തെ ഓരോ ഹോസ്പിറ്റൽ മുതലാളിയുടെ വലിയ ക്രഷർ കാരണം ആ ഭാഗത്തിലെ ജനങ്ങൾക്ക് ദുരന്തമാണ്. ഏത് സമയത്താണ് ആ മല പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര പേടിയില്ല. ആ പ്രദേശവാസികൾ മുഴുവൻ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഏത് രാത്രിയും എന്തും സംഭവിക്കാം. ഒരു ചൂരൽമലയൊക്കെ അവിടെ ഏത് സമയത്തും സംഭവിക്കാം. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അതായത് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് നിലമ്പൂർ മറ്റേ പാണ്ടിക്കാട് വരെയും കാണാം. കാരണം ആ മലയുടെ 2 ഭാഗത്തും ഒരു ചന്ദ്രക്കല പോലെ തുരന്ന് എടുത്തിട്ടാണ്. ഇനി അധികമൊന്നുമില്ല. പക്ഷേ അത് ഏത് സമയത്തും അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് അതേ സൈഡിൽ തന്നെ അമ്മിനിക്കാട് ആ ഭാഗങ്ങളിൽ, പൊന്നാർച്ചി ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഈ കാലഘട്ടം വരെ ഉണ്ടാവാത്ത ചരിത്രം, ഒരു 100 കൊല്ലത്തിൻ്റെ ഇടയിൽ ആദ്യമായിരിക്കാം പൊന്നാർച്ചി ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാവുന്നത്. അതൊക്കെ ഈ മലകൾ തുരന്ന് ചൂഷണം ചെയ്തിട്ടാണ്. അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഭാരതപ്പുഴയിലും പട്ടാമ്പിപ്പുഴയിലും തൂതപ്പുഴയിലൊക്കെ മണലുണ്ട്. അത് എടുത്താൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും. അതിന് സർക്കാർ മുൻകൈ എടുക്കാം. അതിന് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കുക, എന്നിട്ട് അപ്പുറത്ത് കോരിക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വിദേശ മദ്യത്തിലുണ്ടായത്. അപ്പോൾ ഈ ഇത്തരം ആളുകൾ, AK ആൻ്റണി ഒന്നും ഒരു പുണ്യാളനും അല്ല. അയാൾ പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വരിക, ആകെ ഒരു ഫോട്ടോ എടുത്തിട്ട് മാത്രമാണ് വരിക. അപ്പോൾ ഈ ഭാര്യയുടെ പിന്നെ ചിത്രം വരച്ച പൈസയൊക്കെ എവിടെ കൊണ്ടിട്ടാണ് വെച്ചത്? അതേപോലെ ഈ മറ്റേ ഹെലികോപ്റ്റർ അഴിമതി നടത്തിയെടുത്ത പൈസ എവിടെ കൊണ്ടുപോയി വെച്ചു? പഞ്ചസാര കുംഭകോണത്തിലെ പൈസ എവിടെ കൊണ്ടുപോയി വെച്ചു? ചാരായം നിരോധിച്ചെടുത്ത പൈസ എവിടെ കൊണ്ടുപോയി വെച്ചു? അപ്പോൾ അയാൾ അത് കിട്ട് മനോരമ പോലെയുള്ള പത്രക്കാരുണ്ട്, ഇയാൾ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇറങ്ങണു, എന്നിട്ട് കണ്ണീര് തുടക്കണു, ആകെ കീറിയ ഷർട്ടും കീറിയ ഒരൊറ്റ മുണ്ടും കൊണ്ടിട്ടാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുക. ഇതൊക്കെ ജനങ്ങളാരും പൊട്ടന്മാരൊന്നുമല്ല. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഈ അഴിമതി മൂടിയേക്കാനും ED റെയ്ഡിൽ നിന്ന് രക്ഷപ്പെടാനും മകനെ കൊണ്ടുപോയിട്ട് BJP ആക്കി. ഇത് മണലും പിന്നെ രാഷ്ട്രീയം കൂടി കലർത്തി തന്നെയാണ്, ഒരു തർക്കമില്ല. അപ്പോൾ ഈ പുതിയ സർക്കാരെങ്കിലും അടുത്ത ഈ വേനൽക്കാലമായാൽ ഈ മണൽ എടുക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം. മണൽ എടുത്തേ പറ്റൂ.